തൂഫാൻ വാരിയർ അടിച്ച് കിണ്ടി ബാർ തകർത്തു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ 100ഓളം പേർ വരുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ആ യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൂഫാൻ വാരിയേഴ്സ് ആണ് ഇവരെന്നും ഇവർ ഇനി മുതൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കും എന്നുമായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. ആ യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തൂഫാനെ സഹായിക്കുക എന്നുള്ളതാണ്. സുധാകരന്റെ വിശദീകരണം അതാണ്. ഇപ്പോൾ സുധാകരൻ പ്രഖ്യാപിച്ച ആ തൂഫാൻ വാരിയറിൽ ഒരാൾ മട്ടാഞ്ചേരി സ്വദേശിയായ ഷിബു ഒരു ബാറിൽ കയറി മദ്യപിച്ച് അക്രമം കാട്ടിയിരിക്കുകയാണ്. അക്രമം കാട്ടി എന്ന് മാത്രമല്ല, ആ ബാർ അടിച്ചു തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനെ അടിച്ച് അവശനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. ആ വൃദ്ധനായിട്ടുള്ള ആളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടു. ഷിബുവിന്റെ പശ്ചാത്തലം പരിശോധിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ ഷിബു. ഈ ഷിബു ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം വിളിച്ചത്. എന്തുകൊണ്ടാണ് സുധാകരൻ ഇത്തരത്തിൽ ഗുണ്ടകളുടെ ഒരു യോഗം വിളിച്ചത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ്. എറണാകുളം DCC പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരമൊരു യോഗത്തെക്കുറിച്ച് അറിവില്ല. ഈ യോഗം എന്തിനാണ് വിളിക്കുന്നത് എന്നതിനെ കുറിച്ച് സുധാകരനോട് ചോദിക്കൂ. DCCയോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം DCCക്ക് ഇങ്ങനെയൊരു യോഗത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. മാത്രമല്ല, ഈ യോഗത്തിന് എതിരായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് ഈ യോഗവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനോ തൂഫാനുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിനോ അതേ എക്സൈസ് വകുപ്പിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല. കാരണം ആരോഗ്യ വകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഈ ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സുധാകരൻ കയറി ഇങ്ങനെയൊരു യോഗം വിളിച്ചത്. ഏതായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സുധാകരന്റെ യോഗത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. കെ സുധാകരൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കെടുത്തത് മുഴുവൻ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളാണ്. അങ്ങനെ ഒരു യോഗം ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ആഭ്യന്തര വകുപ്പ് അങ്ങനെ യോഗം കൂടുമെന്ന്? എനിക്കറിയില്ല. ആരുടെ യോഗമാണെന്ന് പറയില്ല, ആര് വിളിച്ചെന്നും അറിയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞേ ഞങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാന്റെ തലയെ കെട്ടിവെക്കണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അത് എനിക്കറിയില്ല. നിങ്ങളെ ഇതൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങളുടെ സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് എങ്ങനെ മാറുന്നത്? നിങ്ങളെങ്ങനെ അങ്ങനെ ചോദിക്കുന്നത്? ശരിയാണോ? സർക്കാരിന്റെ ഭാഗമായ ഗവൺമെന്റ് പരിപാടിയാണത്. അതെങ്ങനെ ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ? അതിന് പോലീസ് വേണ്ടേ, SP വേണ്ടേ, കമ്മീഷണർ വേണ്ടേ? അതൊന്നുമില്ലാതെ ആരെങ്കിലും എവിടെങ്കിലും യോഗം വിളിച്ചാൽ തൂഫാന്റെ യോഗമാകുക. ദയവായി അങ്ങനെയുള്ള വാർത്തകളൊന്നും നിങ്ങൾ കൊടുക്കരുത്. ശരിയല്ല, ഒരാവശ്യമില്ല. എന്താ ആരെല്ലാം എവിടെയെങ്കിലും യോഗം ചേർന്ന് ഞങ്ങളെന്താ വിളിക്കുന്നു? ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല. ആരും വിളിക്കത്തില്ല. ആരും അങ്ങനെ വിളിക്കാൻ അനുവദിക്കത്തുമില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് യോഗം വിളിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. സുധാകരൻ ഇങ്ങനെയൊരു യോഗം വിളിച്ചത് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൂഫാനെ തകർക്കാനാണോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ സുധാകരൻ വിളിച്ചു ചേർത്തിട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ ബാർ ആക്രമിച്ച് തകർത്ത വൃദ്ധനെ അടക്കം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ആക്രമിച്ച ഈ ഷിബു അടക്കമുള്ളവർക്കെതിരെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല നടപടിയെടുക്കാത്തത്? സുധാകരൻ വിളിച്ച യോഗം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ബാർ അടിച്ച് തകർത്ത വൃദ്ധനെ അടിച്ച് അവശനാക്കിയ, അദ്ദേഹത്തെ മൃതപ്രായനാക്കിയ ഈ ഷിബു അടക്കമുള്ള ക്രിമിനലുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞ് ഒഴിയുന്നതിന് പകരം ആ യോഗം എന്തിനാണ് വിളിച്ചു കൂട്ടിയത് എന്ന് ആദ്യം അന്വേഷിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഓപ്പറേഷൻ തൂഫാനുമായി എന്ത് ബന്ധമാണ് സുധാകരനും ഈ വരുന്ന ഗുണ്ടകൾക്കുമുള്ളത് എന്ന് ആഭ്യന്തരമന്ത്രി പരിശോധിക്കണം.
സുധാകരൻ പറയുന്നത് ഇവർ പോലീസിനെ സഹായിക്കും, ഇവർ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ എന്തിനാണ് ഗുണ്ടകൾ പോലീസിനെ സഹായിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത്. അവർക്ക് ഓപ്പറേഷൻ തൂഫാനെ എങ്ങനെ കൊണ്ടുപോകണം, ഏത് തരത്തിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. അതിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ പോലീസിനുണ്ട്, ആഭ്യന്തരമന്ത്രിക്കുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. അതിനെ തകർത്തുകൊണ്ടാണ് സുധാകരൻ ഈ ഗുണ്ടകളുടെ യോഗം വിളിച്ചു ചേർത്തത്. അതിനർത്ഥം തൂഫാന് മേലുള്ള ഒരു കരിനിഴൽ വീഴ്ത്തുകയല്ലേ, തൂഫാന് മേലുള്ള ആ ഇമേജിനെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമല്ലേ ഈ പറയുന്ന മട്ടാഞ്ചേരിയിലെ ഷിബു അടക്കമുള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് സുധാകരൻ നടത്തിയത് എന്ന് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്താണ് സുധാകരന് ഉത്തരം? എന്തിനാണ് സുധാകരൻ തിരക്കിട്ട് ഈ ഗുണ്ടകളുടെ യോഗം വിളിച്ചു ചേർത്തത്? അതും കൊച്ചിയിൽ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത് DCC കൈമലർത്തുന്നു. ഞങ്ങൾക്ക് അറിയില്ല, ഈ യോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല, അതൊക്കെ സുധാകരനോട് ചോദിക്കൂ. ആഭ്യന്തരമന്ത്രി കൈമലർത്തുന്നു. അതിനിടയിലാണ് സുധാകരൻ വിളിച്ച ഓപ്പറേഷൻ തൂഫാൻ വാരിയസിൽപ്പെട്ട ഈ ഷിബു കാണിച്ച ബാറിലെ അക്രമം. ഈ അക്രമത്തിന് എന്തു മറുപടിയാണ് സുധാകരനുള്ളത്? ഒരുപക്ഷെ സുധാകരന്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ? ഷിബുവിനെ പോലുള്ള ഒരാളെ ഇറക്കിവിട്ട് അവിടെ ബാറിൽ അലങ്കോലമുണ്ടാക്കി അവിടെ വധശ്രമം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഷിബുവിനെ ബോധപൂർവം അവിടേക്ക് കയറ്റിവിട്ടുകൊണ്ട് ഇതാ തൂഫാൻ വാരിയർ മദ്യപിച്ച് ബഹളമുണ്ടാക്കി, മദ്യപിച്ച് ബാറിൽ അക്രമമുണ്ടാക്കി എന്ന തരത്തിലേക്ക് സുധാകരനടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണോ ഈ ബാറിൽ നടന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് പോക്ക്. സുധാകരൻ യോഗം വിളിച്ചിട്ട് ഏതാണ്ട് 10-48 മണിക്കൂർ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഷിബുവിന്റെ ഈ പരാക്രമം മട്ടാഞ്ചേരി ബാറിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാനെ കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ തകർക്കാനുള്ള ശ്രമമാണോ കെ സുധാകരന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ തൂഫാൻ വലിയ ഇമേജാണ് രമേശ് ചെന്നിത്തലയ്ക്ക് നേടിക്കൊടുത്തത്. അദ്ദേഹത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ പാർട്ടിക്ക് അതീതമായി രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇമേജ് വലിയ തോതിൽ കുതിച്ചുയരുന്നുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഈ ഇമേജിനെ തകർക്കാനായിട്ടുള്ള ഒരു ഗൂഢ പദ്ധതിയാണോ കെ സുധാകരൻ വിളിച്ച ഈ യോഗം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരുടെയും ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ എല്ലാവരും തന്നെ അടിപിടി കേസിലെ പ്രതികൾ, വധശ്രമ കേസിലെ പ്രതികൾ, അങ്ങനെ കള്ളത്തോക്ക് കൈവശം വെച്ച കേസിലെ പ്രതികൾ, മാരകായുധങ്ങൾ വെച്ച കേസിലെ പ്രതികൾ, അങ്ങനെ നിരവധി കേസുകളിലെ പ്രതികളെയാണ് സുധാകരൻ വിളിച്ചുകൂട്ടിയത് ഓപ്പറേഷൻ വാരിയേഴ്സ് എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗം അതിന്റെ ഉദ്ദേശം എന്താണ്, ആ യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ തൂഫാൻ എന്ന് പറയുന്ന വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടുപോകുന്ന ഈ പദ്ധതിയെ, ലഹരി വിരുദ്ധ പദ്ധതിയെ തകർക്കാനായി, അതിനുമേൽ കരിനിഴൽ വീഴ്ത്താനായി, അതിൻ്റെ മേൽ ഇമേജ് തകർക്കാനായി സുധാകരൻ ബോധപൂർവം നടത്തിയ ഒരു യോഗമായിരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ യോഗത്തിന് ശേഷമാണ് ഷിബു ഇത്തരത്തിൽ മദ്യപിച്ച് അഴിഞ്ഞാടിയത്. അതുകൊണ്ട് ആ യോഗത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല പരിശോധിക്കണം, അടിയന്തരമായി നടപടി സ്വീകരിക്കണം. കെ സുധാകരനെതിരെ നടപടി സ്വീകരിക്കണം. ഒപ്പം കെ സുധാകരൻ വിളിച്ചുകൂട്ടിയ ഈ തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഈ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഷിബുവിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, അതുപോലെ സുധാകരൻ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ സുധാകരനെതിരെയാണ് ആദ്യം രമേശ് ചെന്നിത്തല നടപടി സ്വീകരിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല ഈ പറയുന്ന വാക്കുകൾ ശരിയാണെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കെ സുധാകരന് എതിരെയാണ്. രമേശ് ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ ഇത്തരമൊരു യോഗം ഓപ്പറേഷൻ തൂഫാനെ സഹായിക്കാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ വിളിച്ചു ചേർത്ത ഈ യോഗത്തിന്റെ പ്രധാന ഉത്തരവാദി സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് അന്വേഷണം അദ്ദേഹത്തിലേക്കാണ് ആദ്യം നീളേണ്ടത്. എന്തിനാണ് ഈ ഗുണ്ടകളെ ഓപ്പറേഷൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ അണിനിരത്തിയത്? അതിന്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു വരൂ. അതുകൊണ്ട് രമേശ് ചെന്നിത്തല അടിയന്തരമായി തന്നെ ഈ ഒരു യോഗത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും, സുധാകരൻ സ്വന്തം പാർട്ടിക്കാരനാണ്, ശരി, സുധാകരൻ രമേശ് ചെന്നിത്തലയേക്കാൾ സീനിയറാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സുധാകരനെതിരെ നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര
ആഭ്യന്തര വകുപ്പിന്റെ അടിയന്തര കടമയാണ് അല്ലെങ്കിൽ ഈ തൂഫാനെ തകർക്കാൻ നാളെയും ഇത്തരത്തിൽ ഗുണ്ടകളുടെ യോഗം വേറെ ഏതെങ്കിലും ഒരു നേതാവ് കയറി വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് സമാധാനം ആഭ്യന്തര വകുപ്പ് പറയുക? അതുകൊണ്ട് ഇത് മുളയിലെ നുള്ളേണ്ട ഒരു കാര്യമാണ്. സുധാകരന് എതിരെ നടപടിയെടുത്തുകൊണ്ട്, സുധാകരൻ വിളിച്ചു ചേർത്ത ഗുണ്ടകൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനെ തകർക്കാനിറങ്ങിയ ഈ സംഘത്തെ അടിച്ചമർത്തുക തന്നെ വേണം. അവരെ എടുത്ത് അകത്തിടണം. സുധാകരനെങ്കിൽ സുധാകരൻ, ഷിബുവെങ്കിൽ ഷിബു, അങ്ങനെ ആ യോഗത്തിൽ പങ്കെടുത്ത ക്രിമിനൽ കേസ് പ്രതികളെ അകത്താക്കിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നിലവിലുള്ളതിനേക്കാളും 10 മടങ്ങ് ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറാകണം. കാരണം നാളെ ഇത്തരത്തിൽ വേറൊരു പാർട്ടിക്കാരൻ വന്ന് വിളിക്കുകയാണ്, നിങ്ങൾ വരൂ, ദേ ഇവിടെ ഇരിക്കൂ, നിങ്ങൾ എല്ലാവരും തൂഫാന്റെ വാരിയേഴ്സ് ആണ്, അങ്ങനെ തൂഫാൻ വാരിയേഴ്സ് ആണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ തന്നെ പാർട്ടിക്കാരോ ഒരു ഗുണ്ടായോഗം വിളിച്ചു ചേർത്താൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഈ ഒരു പ്രവണതയെ അടിയന്തരമായി തന്നെ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഷിബുവിനെ അടക്കം പൊക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഷിബു അറസ്റ്റിലായിട്ടുണ്ട്. അയാളുടെ ക്രിമിനൽ കേസ് പശ്ചാത്തലമെല്ലാം തന്നെ പോലീസ് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഷിബുവിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് എന്തിനാണ് സുധാകരൻ അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് തൂഫാന്റെ സുഗമമായിട്ടുള്ള ഭാവിക്ക് വേണ്ടി അത്തരമൊരു നടപടി എടുത്തേ മതിയാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.